ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? എല്ലാവരുടെയും ഓരോരോ ഭാഗങ്ങൾ ഭയങ്കര ഇതായിരുന്നു. ഓരോരുത്തരും ഓരോരോ ഭാഗം നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒന്നായിട്ട് എടുത്തു പറയാൻ അങ്ങനെ തോന്നുന്നില്ല. സിംബുയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാണിച്ചത് തൃശ്ശയും സിംബുവും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ സിംബുവും തൃശ്ശയൊക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ അത് നല്ലായിരുന്നു. ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ ബെസ്റ്റ് ക്ലാസ് മൂവിലൊന്നാണ്. ആ ഒരു കമ്പാരിസൺ ഇതിനകത്ത് വരുന്നില്ല. ടെക്നിക്കൽ അടിപൊളി, ജോജി തന്നിട്ടുണ്ട്, കമലഹാസനും അടിപൊളി. പക്ഷേ കമലഹാസൻ്റെ മുന്നിൽ ചിമ്പു പതറുവാ, അതുപോലെ നമുക്ക് തോന്നുന്നത്. എത്ര ഒന്നും ഇത് വന്നിട്ടില്ല, കുഴപ്പമില്ല. ബാക്കിയുണ്ട് കമലഹാസനും ജോജി കിടിലൻ, ഒന്നും പറയാം കേട്ടോ. ഫൈറ്റ് കണ്ടില്ല. അവസാനത്തെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ ഫൈറ്റ്. രണ്ടുപേരും കമലഹാസനും ചിമ്പുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അവസാനത്തെ ഫൈറ്റ് കിടിലനാണ്. ഒരു പ്രേക്ഷകരൊക്കെ എന്ത് പ്രതീക്ഷ വന്ന പ്രേക്ഷകർക്ക് ഞാൻ നായകൻ പ്രതീക്ഷ വന്നതാണ്. നമ്മുടെ കമലഹാസന്റെ പഴയ നായകൻ പടം പ്രതീക്ഷ വന്നതാണ്. പക്ഷേ ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, നായകൻ തത്വം എടുക്കാം, പക്ഷേ ഡയറക്ഷൻ നല്ലതാണ്. അതിപ്പോൾ ഡയറക്ഷൻ നല്ലതാണ്, നല്ല സ്റ്റോറി എടുക്കാം. പക്ഷേ എല്ലാം കൊണ്ടും മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ആക്ച്വലിസ്റ്റാണ് ചെയ്തത്. ജോജി നൈറ്റി റോളാണ്. ഒരു ബന്ധങ്ങളുടെ ഫിലിം കൂടിയാണ്. എനിക്കിത് അത് സബ്ജക്റ്റോട് മലയാളികൾ കണ്ടാലും മനസ്സിലാവും. കാരണം തമിഴ് അറിയാത്തവർക്ക് അത് ലാഗ് ചെയ്തു. കമൽ സാറും തൃശ്ശയായിട്ടുള്ള ഇൻറ്റിമേറ്റ് സീനൊക്കെ പ്രതീക്ഷിച്ച് കുറേ പേര് വന്ന് പടം കാണാൻ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇൻറ്റിമേറ്റ് സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇൻറ്റിമേറ്റ് സീൻ ഉണ്ട്. നമുക്കൊരു പറഞ്ഞ പോലെ കമലഹാസൻ ഉലക നായകൻ എന്ന് പറയുന്നത് വെറുതെ ആണോ? കമലഹാസൻ ആ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും മാക്സിമം അതാണ്. അതുകൊണ്ടല്ലേ സകലകലാവല്ലവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒക്കെ ഉണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കത് ഇമോഷണൽ ഫീൽ ആവണ്ടേ. ഒരു കഥാപാത്രം ഒരു കാമുകി ഒരു കാമുകനും അഭിനയിക്കുന്നു. നമുക്ക് കാണുന്ന ഒരു പ്രേക്ഷകന് അത് കാമുകനാണെന്ന് തോന്നണ്ടേ. വെറുതെ മമ്മൂക്ക കൈ വെക്കുന്നില്ല, ഇങ്ങനെ കൈ വെച്ചിട്ട് കാര്യമില്ല. സ്പർശനം കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് ഫീൽ ഉണ്ടാവുക. കമലഹാസന്റെ കാമുകിയായിട്ടാണ് തൃശ്ശ വന്നേക്കുന്നത്. കാമുകിയായിട്ടാണ് തൃശ്ശ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും സ്പർശനം ഉണ്ട്. പിന്നെ അഭിരാമിയായിട്ട് നമുക്ക് ട്രെയിലറിൽ ചെറിയൊരു ഇത് ഉണ്ട്. അപ്പൊ അത് സ്പർശിക്കുന്നുണ്ട്. അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ കാണുക. ഒരു കാമുകനാണല്ലോ, അതായ സാധനം ഒക്കെ ഉണ്ട്. അപ്പൊ അത് മിക്സിംഗ് ആണ്. അപ്പൊ നമ്മൾ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. കമലഹാസൻ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലാണ് ആ സിനിമയ്ക്ക് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. നമ്മളാണെന്ന് നമുക്ക് തോന്നണ്ടേ സിനിമ കാണുമ്പോൾ. അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ സിനിമ. പിന്നെ മണിരത്നം എന്ന് പറഞ്ഞത് മോശം ഒരു ഡയറക്ടർ അല്ലല്ലോ. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കണ്ടപ്പോൾ അടിപൊളിയാണ്. ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. സിംബു ആക്ടിങ് അടിപൊളിയാണ്. സിംബുക്ക് ഒരു കമ്പാക്ക് വേണമെങ്കിൽ പറയാം. ജോർജിൻ്റെ റിയാക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് അടിപൊളിയാണ്. പക്ഷെ എന്നാലും കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പതിവ് ഒരു മണിരത്നം സിനിമയുടെ ആ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. പതിവായിട്ട് മണിരത്നം അതാണ് ചക്കച്ചിവന്റെ മനം പോലെയാണ്. പക്ഷേ ഫ്രെയിമൊക്കെ അടിപൊളിയാണ്. പിന്നെ ബോറടിക്കും. തൃശ്ശയും അഭിനയം അടിപൊളിയാണ്. എല്ലാവരും അടിപൊളി അഭിനയം നന്നായിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്. ഇന്ത്യൻ ടൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനേക്കാൾ അടിപൊളിയാണ്. ഇത് കുറച്ച് നല്ല കേട്ടിരിക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല പഞ്ചുണ്ടായിരുന്നു, നല്ല ഫീലുണ്ടായിരുന്നു. എല്ലാവിധ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂവിയാണോ? അധികം വയലൻസ് ഇല്ല, എന്നാലും നല്ലൊരു ആക്ഷൻ, കഥയുണ്ട്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാം. നല്ല കഥയുണ്ട്. പക്ക കറക്റ്റായിട്ട് എങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം മണിരത്നം അവർ ചെയ്തിട്ടുണ്ട്. ടെക്നീഷ്യൻ്റെ ഭാഗത്തൊന്നും ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ച് ആക്ഷനും കുറവാണ്. കൂടുതലും ഇമോഷണലാണ് വന്നത്. പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ ട്രെയിലറിലും ടീസറിലൊക്കെ പ്രധാനമായിട്ട് വന്നത്. അതെങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫൈറ്റൊക്കെ അടിപൊളിയാണ്. തിയേറ്റർ ബിജിഎമ്മായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതെ, BGM അതൊക്കെ അടിപൊളിയായിട്ട് ബ്ലെൻഡായിട്ട് എനിക്ക് പേഴ്സണലി പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ഇതാണല്ലോ പറയേണ്ടത്. ബാക്കിയുള്ളവരുടെ രീതിയിൽ എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല പടം എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. മ്യൂസിക് കൊണ്ട് അങ്ങനെ ഭയങ്കര BGM കണ്ടിന്യൂസ് എടുക്കില്ല. പക്ഷേ ഡയറക്ഷൻ നല്ല സ്റ്റോറി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ആക്ഷൻ സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ സെന്റിമെന്റ്സ് ആണ്. ചിമ്പു ആണ് ചെയ്യുന്നത്. ചിമ്പു കമലഹാസന്റെ കോമ്പിനേഷനാണ്. പിന്നെ ഈ പരിപാടി സിനിമയിൽ ഈ ട്രെയിലറിൽ കാണിക്കുന്ന സിനിമയിൽ പിന്നെ ആവശ്യത്തിന് വയലൻസ് ചെയ്യണം. ഭയങ്കര വയലൻസ് ഉണ്ട്. കമലഹാസൻ ഈ പ്രായത്തിൽ നന്നായിട്ട് ആക്ഷൻ ചെയ്തു. ഒരു ത്രൂ ഔട്ട് കമലഹാസൻ പെർഫോമൻസ് ആണ്. ജോർജ് 510 വർഷമാണ് ചെയ്യുന്നത്. 80ഓളം